മാരാമൺ കൺവെൻഷനെ പറ്റിയുള്ള വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങൾ, ഇതിനെപ്പറ്റി നാം എന്താണ് അനുഭവിക്കുന്നത്, വിചാരിക്കുന്നത്, മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്? ഈ വിഷയത്തെപ്പറ്റി ഏതാനും ചിന്തകൾ. പ്രധാനമായും 3 വിമർശനങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, അവിടെ ചില ബിഷപ്പന്മാർ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം വായിക്കുന്നു. അത് ഞങ്ങൾക്ക് തൃപ്തിയല്ല. അതവിടെ ആത്മീകമായ പിടിപ്പേട് കൊണ്ടാണ്. അത് ഞങ്ങളെ നന്നേ നിരാശപ്പെടുത്തുന്നു എന്ന് പരിഭവിക്കുന്ന ആളുകൾ വെളിയിൽ വന്ന് അതിനെപ്പറ്റി പരാതിപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ പരാതി എന്താണെന്ന് ചോദിച്ചാൽ, മാരാമൺ വേദിയിൽ നിന്ന് സുവിശേഷം പങ്കിടുവാൻ, സാക്ഷീകരിക്കാൻ അർഹതയില്ലാത്ത ആളുകളെ അവർ ചില സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നു, ചില കസേരകളിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ അത് അവതരിപ്പിക്കുകയും അവരെ കേട്ടിരിക്കേണ്ടി വരുന്ന ജനത്തിന് ശ്വാസം മുട്ടലുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ പരാതി. മൂന്നാമത്തെ പരാതി, അവിടുന്ന് ഇവിടുന്നും നമ്മുടെ അവസ്ഥകളോട് ബന്ധമില്ലാതെ ആളുകളെ കൊണ്ടുവന്ന് ചില കാര്യങ്ങളൊക്കെ പറയുന്നു. സായിപ്പന്മാരെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ദൂരെ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു. അവർക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. അവർ വേദി അലങ്കരിക്കുന്നുവെങ്കിലും സുവിശേഷം സാക്ഷീകരിപ്പാൻ കെൽപ്പുള്ളവരല്ല. അവരെ കേൾക്കുന്നത് സമയം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന പരാതി. നാലാമത്തേതും അവസാനത്തേതുമായ പരാതി, അവിടെ ചെന്നു കഴിഞ്ഞാൽ കഴുകനെ പോലെ അച്ഛന്മാർ ഞങ്ങളെ സമീപിക്കുകയും പിരിവെടുത്ത് ഞങ്ങളെ ഞെക്കിപ്പിഴുകയും ചെയ്യുന്നു. ഈ 4 പരാതികളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇതിനെപ്പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ചിന്തകൾ എന്താണ്? താല്പര്യമുള്ളവർക്ക് സ്വാഗതം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു മെത്രാനോ അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗകനോ ഒരു പ്രസംഗം എഴുതിക്കൊണ്ടുവന്ന് അവിടെ വായിച്ചു, അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ ടെക്സ്റ്റ് എഴുതിയത് മുമ്പിൽ വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്ത് പ്രസംഗിച്ചു, അതിലെന്തെങ്കിലും അപാകതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് 2 വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുടെ പ്രശ്നമാണ്. പാശ്ചാത്യ സംസ്കാരത്തിൽ ഒട്ടുമുക്കാലും പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരുടെ ടെക്സ്റ്റ് മുഴുവൻ എഴുതി വെച്ച് അത് നോക്കി വായിച്ചാണ് ആശയങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരു ഗുണമെന്താണെന്ന് ചോദിച്ചാൽ, പ്രസംഗിക്കുന്ന ആളിന് അദ്ദേഹത്തിന് പറയാനുള്ളത് ഏറ്റവും കൃത്യമായി അവതരിപ്പിക്കാൻ സാധിക്കും. പ്രസംഗകലയിൽ അല്പം പരിചയമുള്ള, പ്രാവീണ്യമില്ലെങ്കിലും പരിചയമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏവരോടും സാക്ഷീകരിക്കാൻ കഴിയുന്നത്, നാം എത്രമാത്രം പരിചയസമ്പന്നരായ സുവിശേഷ പ്രഘോഷകരാണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കേഴ്സ് ആണെങ്കിലും യാതൊരു സഹായവുമില്ലാതെ, അത് എഴുതി വെച്ച ടെക്സ്റ്റിൻ്റെ സഹായമില്ലാതെ, ഇംഗ്ലീഷിൽ എക്സ്റ്റംപോർ എന്ന് പറയും, അവിടെ നിന്നു അപ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു, അങ്ങനെയുള്ള ആ സമീപനം, അതിലെത്രമാത്രം അനുഭവ സമ്പത്തുള്ളവരാണെങ്കിലും കെൽപ്പുള്ളവരാണെങ്കിലും അവരെല്ലാം സമ്മതിക്കുന്നൊരു കാര്യം, നാം ഇങ്ങനെ പ്രസംഗം എഴുതി വെക്കാതെ അവിടെ ജനസമുദ്രത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ നിമിഷത്തെ
പ്രചോദനത്തെ ആശ്രയിച്ച് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ആശയങ്ങളെ വേണ്ട വിധത്തിൽ വ്യക്തതയോടും പൂർണ്ണതയോടും അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെടുവാനാണ് സാധ്യത കൂടുതൽ. ഞാൻ കുറഞ്ഞ പക്ഷം 55 വർഷം പ്രസംഗിച്ച് നടന്നയാൾ തന്നെയാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഉദ്ദേശിച്ച കാര്യമല്ല പറഞ്ഞത്. എന്നാൽ അതുകൊണ്ട് നിരുത്സാഹപ്പെട്ടു പോകാതെ ഈ ഒരു പ്രശ്നത്തെ ദിനംപ്രതി അഭിമുഖീകരിച്ച് അതിനോട് വെല്ലുവിളിച്ച് വളരെ അധ്വാനിച്ച് വായിച്ച് മനനം ചെയ്ത് വികസിപ്പിച്ച് അറിവ് വർദ്ധിപ്പിച്ച് ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിച്ച് ഈ എവറസ്റ്റ് കയറുന്നത് പോലെ ശ്രമം നടത്തിയിട്ട് ഒരു 40 വർഷമെങ്കിലും എടുത്തു മനസ്സിലുള്ള ആശയം അതുപോലെ ഒരു സ്റ്റേജിൽ കയറി നിന്ന് എഴുതിക്കൊണ്ടുവരാത്ത ഒരു പ്രസംഗം നടത്തുവാൻ ഉള്ള ഒരു ആത്മധൈര്യം പ്രാപിക്കേണ്ടതിന് എന്നത് എൻ്റെ അനുഭവമാണ്. മറ്റുള്ളവരേക്കാൾ കഴിവുള്ളവരായിരിക്കും. ഞാൻ ഈ പാവപ്പെട്ട എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ വന്ന് നിന്ന് പറയേണ്ടത് എന്താണ്, പറയുന്നത് എന്താണ് എന്നതിനെപ്പറ്റി ആകെപ്പാടെ അങ്കലാപ്പിലായി ബബ്ബ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പറയാനുള്ള കാര്യം മുന്നമേ ചിന്തിച്ച് തിട്ടപ്പെടുത്തി കുറിച്ചു വെച്ച് അതിനെ ആശ്രയിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നം മറ്റൊന്നുമല്ല, നമ്മളൊരു ആശയം അത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് എഴുതപ്പെട്ട ടെക്സ്റ്റിൻ്റെ സഹായമില്ലാതെ അനർഗളം പ്രസ്താവിക്കുമ്പോൾ അതിന് അതിൻ്റേതായ മനോഹരമായ ശക്തിയേറിയ ഒരു ഒഴുക്കുണ്ടായിരിക്കും, ഒരു പ്രവാഹമുണ്ടായിരിക്കും. ആ പ്രവാഹം, ആ ഒഴുക്ക്, ആ ഒരു ആന്തരികമായ വീര്യവും ശക്തിയും എഴുതപ്പെട്ട ടെക്സ്റ്റ് വായിക്കുമ്പോൾ വായിക്കുന്ന വ്യക്തിക്കോ അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകൾക്കോ അനുഭവപ്പെടുവാൻ സാധ്യമല്ല, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു അവസ്ഥ പ്രാപിക്കാത്തൊരു പ്രസംഗകൻ, അതായത് എഴുതപ്പെട്ട ടെക്സ്റ്റ് ഇല്ലാതെ സ്റ്റേജിൽ കയറി ഈ വലിയ ജനസമുദ്രം അവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് സുവിശേഷം വിളമ്പിക്കൊടുക്കണമെങ്കിൽ വേദപുസ്തകം അറിഞ്ഞതുകൊണ്ട് മാത്രം സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. നാം യഥാർത്ഥത്തിൽ വചനത്തെ അറിയുന്നത്, വേണ്ടതുപോലെ അറിയുന്നത് വേദപുസ്തകം കാണാപ്പാഠം പഠിച്ചതുകൊണ്ടാകയില്ല, ഒരിക്കലും ആകയില്ല. പിന്നെയോ നാം ഏത് ആത്മീയമായ ആശയമാണ് അവതരിപ്പിക്കുന്നത് അത് എത്ര സത്യസന്ധമായി ആത്മാർത്ഥമായി ജീവിതത്തിൽ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ നാം തത്രപ്പെട്ടിട്ടുണ്ട്, ക്ലേശിച്ചിട്ടുണ്ട്, കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് എന്ന അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ നിന്നുകൊണ്ട് ഒരാശയം അവതരിപ്പിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ച ടെക്സ്റ്റൊന്നും ആവശ്യമില്ല. എന്ന് മാത്രവുമല്ല, അങ്ങനെ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗിക്കണമെന്ന് അങ്ങനെ ഒരു വ്യക്തിക്ക് തോന്നത്തുപോലുമില്ല. അങ്ങനെ ആരെങ്കിലും എഴുതി കൊടുത്താൽ അത് മുമ്പിൽ കണ്ടാൽ അരിശം വരും. ഒരിക്കലും അതിനെ ആശ്രയിക്കാൻ സാധ്യമല്ല. പക്ഷേ അങ്ങനെ ഒരു സഹായവുമില്ലാതെ എഴുന്നേറ്റ് നിന്ന് സുവിശേഷം ഘോഷിക്കണമെങ്കിൽ അതിന് തക്കതായ ആത്മീകമായ ബൗദ്ധികമായ വളർച്ച, ഭാഷാപരമായ ചാതുര്യം, പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡ്, സമചിത്തത, ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പ്രസംഗിക്കാൻ പ്രസംഗമെന്ന കല എത്ര സങ്കീർണമാണ് എന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ല. ക്രിസ്ത്യാനികളുടെ ഒരു പ്രശ്നം, എന്ത് പറഞ്ഞാലും പരിശുദ്ധാത്മാവ്. ഇപ്പോൾ ദോശയുടെ മാവ് എന്ന പോലെയാണ് പരിശുദ്ധാത്മാവിനായിട്ട് കളിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യൻ വളരണം, അവന് ദൈവം നൽകിയ നാനാമുഖമായ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കണം.
ചിന്തിക്കാനുള്ള കഴിവ്, അറിവിൻ്റെ പാരമ്പര്യം, ഭാഷാപരമായ നൈപുണ്യം, പ്രസംഗമെന്ന ആ ഒരു ശുശ്രൂഷ അതൊരു കലയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു നൃത്തം ചവിട്ടുന്ന ഒരു നർത്തകി എത്രയോ വർഷം വളരെ 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 അധ്വാനിച്ച് ക്ലേശിച്ച ആ കലയെ സ്വായത്തമാക്കിയിട്ടാണ് അവിടെ പോയി നൃത്തം ചെയ്യുന്നത്. അതും മുന്നേ നിശ്ചയിക്കപ്പെട്ട താളവും പാട്ടും പരിശീലനവും ആശ്രയിച്ച് മാത്രമാണ്. ഇപ്രകാരമാണ് ഒരു പ്രസംഗ കലയിൽ ഒരു പ്രസംഗം എഴുതിക്കൊണ്ട് വായിക്കുന്നത്. അതുപോലെ തന്നെയാണ് എത്ര എത്ര പരിചയസമ്പത്തും പാണ്ഡിത്യമുള്ള നർത്തകി നൃത്തം ചെയ്യുമ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. പാട്ട് പാടുന്നു, യേശുദാസ് പാട്ട് പാടുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതും ഈ എഴുതപ്പെട്ട പ്രസംഗം വായിക്കുന്നത് പോലെയല്ലേ? അല്ലാതെ യേശുദാസ് അവിടെ വന്ന് തോന്നിയ പോലെ ചൊല്ലുകയാണ്. അല്ല, ഓരോ നോട്ടും മുന്നമേ നിശ്ചയിച്ച പ്രകാരം തന്നെ മാത്രമാണ്. പക്ഷേ യേശുദാസ് പാടുമ്പോൾ അത് നമ്മുടെ ആത്മാവിലേക്ക് അരിച്ചിറങ്ങുന്നതിൻ്റെ കാര്യം അദ്ദേഹം സംഗീതമായി തീർന്നു എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് പാട്ട് പാടാൻ അറിയാവുന്നുള്ളതല്ല, അദ്ദേഹത്തിന് സംഗീതം അറിയാവുന്നുള്ളതല്ല, അദ്ദേഹം സംഗീതമായി മാറി. ആ തരത്തിൽ ആത്മീക അനുഭവത്തിലേക്ക് വരികയും വളരുകയും ചെയ്ത ആളുകൾ ക്രിസ്തീയ ഗോളത്തിൽ ഇന്നില്ല. ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്, ഞാൻ ആരെയും വിമർശിക്കുകയല്ല, എന്നെ കൂടെ അതുകൊണ്ടാണ് ഞാൻ മാരാമണ്ണിൽ നിന്ന് ഞാൻ തിരോധാനം ചെയ്തത്. എനിക്ക് എൻ്റെ പരിമിതി നന്നേ മനസ്സിലായി. ഞാൻ ഒരു 5 വർഷം മുൻപ് ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ എല്ലാവരോടും മാപ്പിരുന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. വചന ശുശ്രൂഷ മുഖാന്തരം ഞാൻ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാരണം ഒരു യേശുവിൻ്റെ സുവിശേഷത്തെ സാക്ഷീകരിക്കാൻ പര്യാപ്തമായ ഒരാത്മീക വളർച്ചയും വ്യക്തിത്വവും പ്രാപിക്കാത്ത ഞാൻ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ നിന്ന്, അവിടെ ഇരിക്കുന്ന ആളുകൾ പാവപ്പെട്ടവരാണ്, അവർക്ക് തിരിച്ചറിവില്ല, അല്ല ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ മൊണ്ണകളാണ് എന്നതുകൊണ്ട് മാത്രം, പിന്നെ അവർ സഹിക്കും, കയറി വന്ന് തല്ലത്തില്ല എന്നതുകൊണ്ട് മാത്രം അവിടെ നിന്ന് അതും ഇതും വിളിച്ചു പറയുന്നത് അത് നമുക്ക് ചെയ്യാവുന്ന പണിയല്ല എന്ന് വിചാരിച്ചാണ് 2017 തൊട്ട് ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന പരിപാടി നിർത്തിയത് എന്ന് ഞാൻ പറയട്ടെ. ഞാൻ സത്യസത്യമായി നിങ്ങളോട് പറയുകയാണ്. നിങ്ങളിൽ പലർക്കും അറിയാം, ഞാൻ ഈ രാജ്യത്തും അനേക രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിക്കാൻ നടന്നവനാണ്. എന്നാൽ പണക്കൊതി കൊണ്ട് ഞാൻ ഈ പരിപാടി നടത്തിയിട്ടില്ല. അത് ദൈവത്തിൻ്റെ മുൻപിൽ സത്യസന്ധമായി എനിക്ക് എക്കാലത്തും അവകാശപ്പെടാവുന്ന കാര്യമാണ്. അത് ആരെങ്കിലും ഖണ്ഡിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ആത്മാർത്ഥമായി തന്നെ ഈ ഗോളത്തിൽ അധ്വാനിച്ചു. പക്ഷേ 2016, 2017 എനിക്ക് നല്ല ബോധ്യമായി ഞാൻ ഈ വിളിച്ചു പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. എന്നാലും ഒരിടത്ത് പോലും എഴുതി വെച്ച ഒരു പ്രസംഗം ഞാൻ വായിച്ചിട്ടില്ല. പലരും എന്നെ വലിയ പ്രാഗൽഭ്യമുള്ള സുവിശേഷ പ്രസംഗനായിട്ടൊക്കെ വാഴ്ത്തി പുകഴ്ത്തിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ലജ്ജയാണ്. ഇത് സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഒരു മെത്രാൻ എഴുതി വെച്ച പ്രസംഗം വായിച്ചു, അത് ഏതെങ്കിലും വിധത്തിൽ പഴി ചാരാവുന്നതാണെന്ന് ഞാൻ സമ്മതിക്കുകയില്ല. മാത്രവുമല്ല, അങ്ങനെ ഒരു പ്രസംഗം മുഴുവനും എഴുതി വെച്ച് വന്ന സാമാന്യ തിരക്കേടില്ലാതെ വായിക്കണമെങ്കിൽ അതിൽ വലിയ വലിയ അധ്വാനം ചെയ്തിട്ടുണ്ട്. അതിനെ മാനിക്കുവാൻ നമുക്ക് കഴിയണം. തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ എന്താ പറയുന്നത്, അവ്യക്തതയുടെ മൂടുപടലങ്ങളില്ലാതെ, ചിലന്തി വല മാറാല പിടിക്കാതെ അല്പം വ്യക്തതയോടുകൂടെ ജനങ്ങളിൽ എത്തിക്കണമെന്ന ആ താല്പര്യത്തോടുകൂടെ മെത്രാനെടുത്ത അധ്വാനത്തെ ഞാൻ വാസ്തവത്തിൽ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം സത്യമായി എനിക്ക് പറയാനുള്ളത്, അതല്ല വാസ്തവത്തിൽ ഐഡിയലായിട്ടുള്ള സിറ്റുവേഷൻ. അനുഭവത്തിൽ നിന്ന് സുവിശേഷത്തെ സാക്ഷീകരിക്കുന്ന ഒരു സുവിശേഷ പ്രസംഗകന് പോലും എഴുതി വെച്ച ഒരു പ്രസംഗം വായിക്കേണ്ട ആവശ്യമുണ്ടാകുകയില്ല, ഗതികേടുണ്ടാകുകയില്ല. എന്നാൽ അനുഭവമില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പം ഇതിനോടനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ദയവായി മനസ്സിലാക്കുക. ദയവായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, കെഞ്ചുകയാണ്, തെണ്ടുകയാണ്. നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ സഭകളുടെ അവസ്ഥയിൽ
വിശ്വാസികളുടെ ജീവിതത്തിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ ആകമാനമായ ആത്മീയ സംസ്കാരത്തിൽ യേശുവിൻ്റെ സുവിശേഷത്തിന് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനം എന്താണ്? യേശുവിൻ്റെ ഏതെങ്കിലും ആദർശമനുസരിച്ച് സഭ ഭരിക്കപ്പെടാമെന്നോ സഭയെ നിലനിർത്താമെന്നോ സഭാ സംബന്ധമായൊരു സ്ഥാപനം നടത്താമെന്നോ അല്ല വിശ്വാസികൾ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കാമെന്നോ നാം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ സത്യമായി നിങ്ങളോട് ചോദിക്കാം, ഞാൻ എന്നോട് ചോദിക്കാം. ഞാൻ മുൻപ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ തിരുവല്ല YMCA എന്നെ വിളിച്ച് അവിടെ ഒരു പ്രസംഗം ചെയ്യണം. കുറച്ച് നാൾ മുമ്പാണ്, ഇപ്പോഴാരും വിളിക്കത്തില്ല, നിങ്ങൾക്കറിയാം, സന്തോഷം. അപ്പോൾ അവിടെ മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റി ഞാൻ സംസാരിക്കണം. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറഞ്ഞത് വളരെ പരിപാവനമായി നാം കാണേണ്ട ഒരു പ്രിവിലേജാണ്, ഒരു പദവിയാണ്, അതിനകത്ത് വലിയ കടമയുണ്ട്. അത് സ്തുത്യർഹമായ സേവനം രാഷ്ട്രത്തിന് കാഴ്ചവയ്ക്കാനുള്ള ഒരവസരമായി കാണുകയും ഇതിൽ അഴിമതി വരാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യണം. ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ അഴിമതി ഉണ്ടാകുന്നത് നാം കുടിക്കുന്ന വെള്ളത്തിൽ കഴിക്കുന്ന ആഹാരത്തിൽ വിഷം കലർത്തുന്നതിനേക്കാൾ ക്രൂരമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ ക്രിസ്ത്യൻ കോളേജിലെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തൊരു മാന്യദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം കുപിതനായി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, താൻ പറയുന്ന മുഴുവൻ തിയറിയാണ്, ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ, ഒരു സഭ നടത്തണമെങ്കിൽ കൈക്കൂലി ആവശ്യമാണ്. സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന കൈക്കൂലി കൊണ്ടും കൂടെയാണ് സഭകൾ നടക്കേണ്ടത്. ഇത് അദ്ദേഹം മാത്രമല്ല, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ പ്രഥമ ബിഷപ്പ്, മോഡറേറ്ററായിരുന്ന ആ മാന്യദേഹം മോഡറേറ്റർ ഫിലിപ്പ് മറാണ്ടി എന്നോട് പറഞ്ഞു, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പണം കൈയിട്ട് വരാൻ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡൽഹി ഡയസസിനെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ പരാതി. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ സിനഡിൽ പോയി സിനഡിൻ്റെ പ്രധാന ഓഫീസറായ മോഡറേറ്റർ എന്നെ കാണാൻ വന്നു. കാരണം അദ്ദേഹം ബിഷപ്സ് കോളേജിൽ എൻ്റെ കൂടെ തിയോളജി പഠിച്ച ആളാണ്, അന്ന് തന്നെ ബഹുമാനത്തോടുകൂടെ കണ്ട വ്യക്തിയാണ്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം മോഡറേറ്റർ, ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ മാത്രമാണ്. അപ്പോൾ അധികാരത്തോട് എന്നോട് ചോദിച്ചു, സ്ഥാപനങ്ങളിൽ നിന്ന് വരുമാനമില്ലാതെ സഭ എങ്ങനെയാണോ നടത്തേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ധാരണകൾ കൊണ്ട് മാത്രമാണ് സഭയും സഭാപരമായ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നത്. യേശുവിൻ്റെ ആദർശങ്ങൾ പ്രാവർത്തികമാണ്. അത് സഭ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആരും തന്നെ, ഒരു സഭ പോലും കേരളത്തിലില്ല എന്ന് മാത്രമല്ല, ഭാരതത്തിലില്ല എന്ന് മാത്രമല്ല, ലോകത്തെങ്ങുമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് യേശുവിൻ്റെ ആദർശങ്ങളെ പ്രാവർത്തികമായി കൊണ്ടുവന്ന് അതിൻ്റെ അനുഭവ സമ്പത്തിൽ കാലൂന്നി നിന്നുകൊണ്ട് എഴുതപ്പെട്ട പ്രസംഗങ്ങളുടെ സഹായമില്ലാതെ അനർഗളം സുവിശേഷം ഘോഷിക്കുന്ന ആളുകളെ മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന ആളുകൾ പോലും ഈ ആദർശങ്ങളെ ഒരിക്കലും സ്വീകരിക്കുന്നവരല്ല, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു മെത്രാൻ അല്ലെങ്കിൽ 10 മെത്രാന്മാർ പ്രസംഗം എഴുതിക്കൊണ്ട് വായിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല. എന്നാൽ പ്രശ്നമുണ്ട്, ഇതല്ല പ്രശ്നം മറ്റേ വേറെ ഏതാണ് ഞാൻ സൂചിപ്പിച്ചു. സമയം അതിക്രമിക്കുന്നതിന് കൂടുതലായി പറയുന്നത്. രണ്ടാമതായിട്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. അതുകൊണ്ട് എല്ലാവരെയും പറ്റിയും ഓരോരോ അറിവുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ തട്ടിൽ പിതാവിനെ പറ്റിയാണ്, തറയിൽ പിതാവിനെ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ ഭൂതകാലം ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണ്, അങ്ങനെയുള്ളവരെ മാരാമൺ അവർക്ക് വേദി കൊടുക്കുന്നത് വലിയ അപരാധമാണ് എന്ന വാദമാണ്. ഞാൻ തട്ടിൽ പിതാവ് നടത്തിയ പ്രസംഗത്തെ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. എന്നാലും ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവരെ
മാരാമണ്ണിൽ അവതരിപ്പിക്കരുത് എന്ന അഭിപ്രായം എനിക്കുണ്ടോ? ഇല്ല, തീർച്ചയായും ഇല്ല. കാരണം അങ്ങനെയുള്ളവരെ അങ്ങനെ പരിശോധിച്ച് അവരുടെ പ്രസംഗവും അവരുടെ പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടുണ്ട്, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു എന്ന മാനദണ്ഡം മാരാമണ്ണിൽ പ്രയോഗിച്ചാൽ അവിടെ പ്രസംഗിക്കാൻ ഒരു വ്യക്തിയും പിന്നെ അവശേഷിക്കുകയില്ല. ഒരു മെത്രാനും കാണുകയില്ല, ഒരു അയ്മേനിയും കാണുകയില്ല, അത് ദൂരത്ത് നിന്നോ ചാരത്ത് നിന്നോ ആരും ഉണ്ടാകുകയില്ല. മാരാമൺ ശൂന്യവും പാഴുമായിരിക്കും, മണക്കാരും കാണുകയില്ല, അവിടെ പ്രസംഗിക്കാൻ ആരും കാണുകയില്ല. ഇതാണ് എൻ്റെ സത്യം. അതുകൊണ്ട് തട്ടിൽ തിരുമേനിയെ അടുത്ത വർഷം വിളിക്കണോ? വിളിച്ചോളൂ, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഏകദേശം അറിയാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തെ വിളിച്ചപ്പോഴും ഈ വലിയ വിവാദമുണ്ടായി. അതിനെ 100% അവഗണിച്ച് വീണ്ടും ഈ വർഷം വിളിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. മണക്കിരുന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് ഈ പ്രസംഗിക്കുന്ന ആളുകളെ അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. അവർ സാക്ഷ്യം കേൾക്കാൻ വന്നവരല്ല, അവർ ശബ്ദം കേൾക്കാൻ വന്നവരാണ്. കാതിനിമ്പമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ ആർക്ക് കഴിയുമോ അവർക്ക് മാരാമണ്ണിൽ വേദി ഉണ്ടാകണം എന്ന ഒരു നിയമമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം അത് മാത്രമേ പ്രാവർത്തികമാകുകയുള്ളൂ. ഞാൻ ഇത് അല്പം പോലും വിമർശിച്ച് പറയുന്നതല്ല, ഞാൻ യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കുകയാണ്. യേശു പറഞ്ഞില്ല, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ, ആദ്യം കല്ലെറിയട്ടെ. അതിവിടെ പ്രാവർത്തികമാണ്. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വിമർശനത്തിന് അർഹമായ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം മാരാമണ്ണ് നടത്തേണ്ട പ്രസംഗങ്ങൾ മുഴുവൻ നടത്താനുള്ള കഴിവുള്ള ആളുകൾ ഈ സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആരെയും വെളിയിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, മാരാമൺ അത് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നൊരു സ്ഥലം മാത്രമല്ല, മാരാമണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്ലാമർ എന്ന് പറയും. ഗ്ലാമർ. ഇപ്പോൾ ബോളിവുഡിന് അതിൻ്റേതായ ഗ്ലാമറുണ്ട്, മോദിക്ക് അദ്ദേഹത്തിൻ്റേതായ ഗ്ലാമറുണ്ട്, അതുപോലെ അദാനിക്ക് അംബാനിക്ക് അവരുടേതായ ഗ്ലാമറുണ്ട് എന്ന് പറയുന്നത് പോലെ മാരാമൺ അതിൻ്റേതായ ഗ്ലാമറുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ കൂടുതലായിട്ടുള്ള കൺവെൻഷനാണ് മാരാമൺ. അവിടെ മാർത്തോമാ സഭയ്ക്ക് ഉള്ളിലുള്ള സാധാരണ അച്ഛന്മാർ ഈ തട്ടിലിനേക്കാളും തറയേക്കാളും ഒക്കെ വളരെ വളരെ മനോഹരമായി പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാൻ കഴിവുള്ള അനേക പുരോഹിതന്മാർ മാരാമൺ സഭയ്ക്കുള്ളിലുണ്ട്. അവരെ അവതരിപ്പിച്ചാൽ, അവരെ പ്രയോജനപ്പെടുത്തിയാൽ ഈ ഗ്ലാമർ കുറഞ്ഞു പോകും. ഈ ഗ്ലാമർ എന്ന് പറയുന്നത് മാരാമൺ കൺവെൻഷൻ നടത്തുന്നതിൻ്റെ സംഘാടകർ മാത്രം താല്പര്യപ്പെടുന്ന കാര്യമല്ല. അവിടെ മണക്ക് വന്നിരുന്ന് സുവിശേഷം കേൾക്കാനെന്ന ആ പ്രഹസനത്തിൽ അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഇത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സായിപ്പില്ലെങ്കിൽ കൺവെൻഷൻ പൂർത്തീകരിക്കപ്പെടുകയില്ല. വല്ല വിധേനയും ഒരു സായിപ്പിനെ കിട്ടണം. കാരണം അത് ക്രിസ്തീയ ഗോളത്തിലെ ഗ്ലാമറിൻ്റെ എവറസ്റ്റാണ് ഈ വെളുത്ത തൊലി എന്നുള്ളത്. ഞാൻ ത്വക്കിൻ്റെ നിറമനുസരിച്ച് ആർക്കെതിരെയും വിവേചനം വേണമെന്ന് ഞാൻ പറയുകയല്ല. സായിപ്പാണെങ്കിലും നാട്ടുകാരനാണെങ്കിലും എല്ലാവരെയും ഒന്നുപോലെ കാണുകയും ഒന്നുപോലെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന അഭിപ്രായക്കാരനാണ്. പക്ഷേ ഞാൻ നിലവിലിരിക്കുന്ന ആ മനോഭാവത്തെ സൂചിപ്പിക്കുകയാണ്. ഒരു സായിപ്പ് അവിടെ നിൽക്കുമ്പോൾ അതിൻ്റേതായ ഗമയുണ്ട്, ഇല്ലെന്നാരും പറയണ്ട. അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറാൻ ഇനിയും എത്രയോ തലമുറകൾ മാറിക്കിട്ടണം. അപ്പോൾ ഈ ഗ്ലാമർ ഫാക്ടറുണ്ട്. അതുകൊണ്ട് ജീവിത അനുഭവത്തിൽ നിന്നും ആത്മീയമായ ഔന്നത്യത്തിൽ നിന്നും സുവിശേഷം പ്രഘോഷിപ്പാൻ കഴിയാത്ത ആരുമില്ലാത്ത സാഹചര്യത്തിൽ പിന്നെ മാരാമൺ പോലെയുള്ള ഈ സുവിശേഷ ഗ്ലാമറിൻ്റെ വേദികളിൽ ആരെ അവതരിപ്പിക്കണമെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരും അവലംബിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൈക്കലാക്കിയിരിക്കുന്ന കസേരകളുടെ വലിപ്പമനുസരിച്ച് തീരുമാനിക്കപ്പെടണം. അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം,
പിരിവ് പിരിവ് പ്രിയ സുഹൃത്തുക്കളെ, പണമില്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ? പണമില്ലാതെ ഈ മാരാമണ്ണ ആളുകൾ പിരിവെടുക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, എന്ന് പരാതിപ്പെടുന്ന ആളുകൾ, അവരാരെങ്കിലും യാതൊരു പ്രതിഫലവുമില്ലാതെ ജോലി ചെയ്യുമോ? പ്രതിഫലമില്ലാതെ ജോലി ചെയ്യുന്നവൻ മണ്ടനാണ് എന്ന ധാരണയല്ലേ നമ്മുടെ ഇടയിലുള്ളത്. മാത്രവുമല്ല, ഏതെങ്കിലും ഒരു സംരംഭം നടത്തണമെങ്കിൽ അവിടെ പണത്തിന് ചിലവുണ്ട്. അപ്പം നിങ്ങൾക്ക് ന്യായമായും എന്നോട് തർക്കിക്കാം, ദൈവവേല എന്നത് പണം കൊണ്ട് ചെയ്യേണ്ടതാണോ? അല്ല. യഥാർത്ഥത്തിൽ ദൈവവേല, അതിനെപ്പറ്റി ഞാൻ 2 വീഡിയോകളിന് മുമ്പ് ചെയ്തതാണ്. ദൈവവേല എന്ന ആ ആശയത്തിൻ്റെ എൻ്റെ വിവക്ഷ, എൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? മാമോൻ്റെ സഹായമില്ലാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നടത്തിപ്പിൽ ഏതെല്ലാം ശുശ്രൂഷ നിർവഹിക്കാമോ അത് മാത്രമാണ് ദൈവവേല എന്നുള്ളത്. കാരണം യേശുവിൻ്റെ മാതൃകയിൽ കൂടെ നാം അതാണ് പഠിക്കുന്നത്. തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ നിർവഹിച്ച അത്ഭുതകരമായ രക്ഷണ്യ ശുശ്രൂഷയുടെ പിൻതലമുറക്കാരാണ് നാം. എന്നാൽ ആ അടിസ്ഥാനം 100% നഷ്ടപ്പെടുത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ സഭ മുഴുവനും പണിതിരിക്കുന്നത്, സഭ മുഴുവനും പ്രവർത്തിക്കുന്നത് മാമോൻ്റെ കൊഴുപ്പിൽ കൂടെ മാത്രമാണ് എന്നിരിക്കെ, ആ ഒരു സംവിധാനത്തോട് പൊരുത്തപ്പെട്ടു പോകുന്ന വിശ്വാസികൾ മാത്രമാണ് മാരാമണ്ണിൽ പോകുന്നത്, അവിടെ സംബന്ധിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവിടെ അച്ഛന്മാർ പിരിവെടുക്കുന്നു, അത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയാൻ സാധിക്കും? അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ട്. അവർ നടത്തുന്ന പ്രസ്ഥാനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകണം. അത് ദൈവകൃപയിൽ ആശ്രയിച്ച് കൊണ്ടുപോകാമെന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനും ആ കൂട്ടത്തില്ല. അത് മാർത്തോമ സഭയിൽ മാത്രമല്ല, ഒരു സഭയിലുമില്ല. എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ പണം എണ്ണിക്കൊടുക്കണം. പണമില്ലെങ്കിൽ ഈ വണ്ടി ഓടത്തില്ല. എന്നാൽ അവർക്ക് ഈ സുവിശേഷ ദൗത്യം, മിഷൻ ഫീൽഡ്, മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് നടത്തിക്കൊണ്ട് പോകുക എന്ന അവരുടെ കടമയാണ്. ഇല്ലെങ്കിൽ അവരുടെ അടപ്പിളകും, അവരുടെ കച്ചവടം തീരും. ഈ കാലത്ത് ആളുകളിൽ നിന്ന് പണം പിടുങ്ങിയെടുക്കാൻ പ്രയാസമാണ്. പിന്നെ ആളുകൾ മാരാമണ്ണ് വരുമ്പോൾ അവർ കുറച്ചുകൂടെ ഭയഭക്തിയുള്ള ഒരു സാഹചര്യമാണ്. അവരുടെ മനസ്സിന് കുറച്ചുകൂടെ കട്ടി കുറഞ്ഞിരിക്കും. അതുകൊണ്ട് അവിടെ വെച്ച് പിടിച്ചാൽ കൂടുതൽ വസൂലാക്കാൻ സാധിക്കും എന്ന ഒരു ഉദാഹരണമായിട്ട്, ഇപ്പം മണർകാട് പള്ളി അല്ലെങ്കിൽ അങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളോട് ബന്ധമുള്ള പള്ളികളുടെ മുമ്പിൽ പോയാൽ അവിടെ വരിയായിട്ട് തെണ്ടക്കാർ ധർമ്മം ചോദിക്കാതിരിക്കുന്നത് കാണാം. കാരണം എന്താണ്? അവിടെ പോകുന്നവർ ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് പോകുന്നവരാണ്. ദൈവത്തോട് തെണ്ടാൻ പോകുന്നവരാണ് അവിടെ പോകുന്നവർ. അങ്ങനെ ദൈവത്തോട് തെണ്ടാൻ പോകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ അല്പം കട്ടി കുറവായിരിക്കും, മൃദുലത കൂടിയിരിക്കും. ആ സമയത്ത് ചോദിച്ചാൽ കുറച്ച് കിട്ടും, വല്ലതും കിട്ടും. അതുകൊണ്ട് ഇരുന്ന് ഭിക്ഷയാചിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഇങ്ങനെ പുണ്യസ്ഥലങ്ങൾ എന്ന് പറയുന്ന ഇടങ്ങളാണ്, പുണ്യപ്പള്ളികളാണ്. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ പടിവാതിൽക്കൽ തന്നെ ഭിക്ഷയാചിക്കുന്നു. അവൻ വളരെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. ഒരുപക്ഷെ അത് അവൻ അവിടെ റിസർവ് ചെയ്ത് കൊടുത്തു കാണും, ഇത് നിൻ്റെ സ്ഥലം. അപ്പം അതുകൊണ്ട് പുരോഹിതന്മാർ നോക്കുമ്പോൾ വലിയ പ്രയാസമില്ലാതെ ആളുകളിൽ നിന്ന് എന്തെങ്കിലും വസൂലാക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം അനായാസമായി നല്ല വരുമാനം കൈവരിപ്പാനുള്ള, വിജയം കൈവരിപ്പാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അതവർ പ്രയോജനപ്പെടുത്തുന്നു. അവർ മാരാമണ്ണ് ഒരു ദിവസം തെണ്ടിയാൽ അല്ലാത്ത ഇടങ്ങളിൽ പോയി 2 മാസം തെണ്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ന്യായമായും അവരെന്ത് തിരഞ്ഞെടുക്കും? ഒരു ദിവസം തെണ്ടി എൻ്റെ ഈ തലവേദന അവസാനിപ്പിക്കുന്നതിന് എന്താണ് കുഴപ്പം? നിങ്ങൾ അവരുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിച്ച് നോക്കൂ. അവരുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ ദൈവകൃപയെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥതയിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനവും നമ്മുടെ ഇടയിലില്ല. ഉണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്.
അത് കള്ളമാണെന്ന് തെളിയിക്കപ്പെടുന്ന അവസരങ്ങളാണിത് മുഴുവനും. എന്തുകൊണ്ടാണ് ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അതിൽ പ്രസംഗത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം പണം തരണേ, പിരിവ് തരണേ, പണം തരണേ, കോൺട്രിബ്യൂഷൻ തരണേ എന്നുള്ള ഈ തെണ്ടലിലാണല്ലോ പ്രാധാന്യം? അല്ല എന്ന് പറയാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് പ്രയാസമില്ലാത്ത എന്തുകൊണ്ടാണ്? വേണ്ട, സഭ നടത്തുന്ന സ്ഥാപനങ്ങളിൽ കൈക്കൂലി, 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 കോഴ, കോഴ, കോഴി. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഈ കോഴ കൊടുത്ത് സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കുക, കുഞ്ഞുങ്ങളെ അവിടെ ചേർക്കുക, ഇത് ചെയ്യുന്ന ആളുകളാണല്ലോ. അതിനെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഇവിടെ ഈ പ്രശ്നം വന്നത്? അപ്പോൾ ഈ ഇരട്ടത്താപ്പ് കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ അച്ഛന്മാർ നല്ല കഴിവുള്ളവരാണ്, സാമാന്യ ബുദ്ധിയുള്ളവരാണ്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുന്നവരാണ്. അവരെ ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ പ്രയാസം അവരറിയുന്നു. ഞാൻ ഈ അച്ഛന്മാരുടെ കൂടെ തന്നെയാണ്. അവർ അവിടെ നിന്ന് അത്രമാത്രം പിരിവെടുത്ത് അവർ ചുമല ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോയില്ലെങ്കിൽ അവരുടെ അവസ്ഥ പോക്കാണ്. അത് വരാതിരിക്കട്ടെ, അവരും ജീവിച്ചു പോട്ടെ. അപ്പം അതുകൊണ്ട് മാരാമൺ ആയതുകൊണ്ട് മാത്രം അവിടെ പണം പിരിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല. മാരാമൺ ആയതുകൊണ്ട് അവിടെ ചില ആളുകളെ പ്രസംഗിക്കരുത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. മാരാമൺ ആയതുകൊണ്ട് ആരും പ്രസംഗം എഴുതി വെച്ച് വായിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നതും ശരിയല്ല. നമുക്ക് പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ നേതാക്കന്മാർ മുഴുവനും പ്രസംഗിക്കുമ്പോൾ ടെലിപ്രോംപ്റ്റർ വെച്ച് അവരെഴുതിയതല്ല, ആരെങ്കിലും എഴുതി കൊടുത്തത് തന്നെയാണ് അവർ വായിക്കുന്നത്. അത് ലോകത്തെമ്പാടും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ക്രമീകരണം തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിമർശനങ്ങളോടൊന്നിനോടും ഞാൻ യോജിക്കുന്നില്ല. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. അതവിടെ ഇരിക്കുന്ന സാധാരണ ജനത്തിനറിയാം. അവരെ മൊണ്ണക്രിസ്ത്യാനികളെന്നൊക്കെ വിളിച്ചാലും അവർക്കിതറിയാം. അതുകൊണ്ടാണ് അവർ പരാതിപ്പെടാത്തത്. അവരെന്തുകൊണ്ട് മാരാമണ്ണ് വരുന്നു? മാനസാന്തരപ്പെടാൻ വരുന്നതല്ല, സ്വർഗത്തിലോട്ട് കുറുക്കുവഴി കാണാൻ വന്നവരല്ല. അവർ വരുന്നത് മാരാമൺ കൺവെൻഷനുള്ള ആത്മീയ ഗ്ലാമർ 1, 2 താരിപ്പ്. എല്ലാ വർഷവും മാരാമണ്ണ് പോയെങ്കിലേ ഉറക്കം വരൂ എന്ന അവസ്ഥയിലാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മാർത്തോമാ മക്കൾ. അതുകൊണ്ട് അവർ വന്നിരിക്കും. 3, അവിടെ വന്നു കഴിയുമ്പോൾ പ്രസംഗം ഒരു വഴിക്ക് നടക്കും, മറ്റേതായ പല അനുഭവങ്ങൾ. ഒരു പ്രായമുള്ളൊരു വ്യക്തി ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുപോലെ, അവിടെ പോയി ചില ആഹാരം കഴിച്ചു, അവിടെ പോയി ചില സ്റ്റോളുകളിൽ പോയി കണ്ടു, ഭാര്യയുടെ കൂടെ കറങ്ങി നടന്നു, സന്ദർശിച്ചു. അതൊരനുഭൂതിയാണ്. അതൊരു മാരാമണ്ണൊരു വലിയ ഷോ കൂടെയാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ വന്ന ആളുകൾ അത് ആസ്വദിച്ചിട്ട് അതിനെപ്പറ്റി പരാതി പറയുന്നത് ഒട്ടും ശരിയല്ല. നാം എന്തിനു വേണ്ടി പോയി അത് നാം പ്രാപിച്ചു എങ്കിൽ അതിനെപ്പറ്റി നാം നന്ദിയുള്ളവരായിരിക്കണം എന്ന എളിയ അഭിപ്രായം വിനീതമായി അറിയിച്ചതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ.